ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് റവ അതുപോലെ തന്നെ ചോറ് എന്നതൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ വളരെ ഫ്ലഫി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അത് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ റവയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ റവ എടുക്കുമ്പോൾ നമുക്ക് വറുത്ത റവ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ വറുക്കാത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനിതൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. ഇനി ആ ഒരു സമയം കൊണ്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂണ് കടുക് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സവോളയാണ്. അപ്പോൾ മീഡിയം സൈസിലുള്ള ഒരു സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതേപോലെ ചെറുതായിട്ട് കനം കുറച്ച് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നീളത്തിൽ അരിയുന്നതിന് പകരമായിട്ട് ഈ ഒരു രീതിയിൽ തന്നെ അരിയാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നല്ലൊരു രീതിയിലുള്ള പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ ഒരു പച്ചച്ചുവയൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനിയിപ്പോൾ കുറച്ച് കറിവേപ്പില ഞാനിതിലേക്ക് ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ മുറിച്ച് എണ്ണ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ റെസിപ്പി നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടും അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി ഞാനിതിലേക്ക് എടുക്കുന്നത് ഒരു ചെറിയൊരു ക്യാരറ്റ് ഇതേപോലെ അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. വളരെ കനം കുറച്ച് അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു കഷ്ണം ക്യാബേജ് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു 2-3 സ്പൂണോളൊക്കെ തന്നെ മതിയായിരിക്കും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കനം കുറച്ച് വട്ടത്തിലരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് എരിവുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1-2 ഒക്കെ മതിയായിരിക്കും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ വെജിറ്റബിൾസൊക്കെ ഉണ്ടല്ലോ, അത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വെന്ത് വരണം കേട്ടോ. എന്നാൽ ഒരുപാട് അങ്ങോട്ട് കുക്കാവേണ്ട കാര്യമില്ല. നമ്മളിത് ഇനിയും വേവിക്കാനുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറിയിട്ട് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുണ്ടല്ലോ, ഈ ഒരു കൂട്ട് ഇവിടെ നന്നായിട്ട് അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂണോളം പരിപ്പ് തലേ ദിവസം കുതിർത്തിയെടുത്തിരിക്കുന്നതാണ് കേട്ടോ. കുതിരാനായിട്ട് വെച്ചിട്ട് അതിൽ വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തിരിക്കുന്നതാണ്. ഇനി ഈ ഒരു ടൈമിൽ വേണം നമ്മളിതിലേക്ക് പരിപ്പ് ആഡ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അത് ഓവറായിട്ട് കുക്കായിട്ട് അതങ്ങോട്ട് പൊടിഞ്ഞു പോകുന്ന രീതിയിലാവും. അപ്പോൾ അത് പരിപ്പ് നമുക്ക് അത്യാവശ്യം വേവുകയും വേണം, എന്നാൽ പൊടിഞ്ഞു പോകാനും പാടില്ല. ആ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് കടിക്കാനായിട്ട് കിട്ടണം കേട്ടോ. ഇനി ഇത് നമ്മളിതൊന്ന് പരിപ്പൊന്ന് കുക്കായി ഉണ്ടോയെന്ന് നോക്കാം. അപ്പോൾ അതേപോലെ ആയാൽ മതി. അത്യാവശ്യം നല്ലപോലെ തന്നെ നമുക്കത് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്കത് കിട്ടേണ്ടത് കേട്ടോ. ഇനി ഇതിപ്പോൾ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചോറാണ് കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് ചോറ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം പുളിയില്ലാത്ത തൈരാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. ഇനിയിപ്പോൾ പുളി ഉള്ളതാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാൽ ഒരുപാട് പുളി ഉള്ളത് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ റവ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നമ്മൾ മാറ്റി വെച്ചാലാണ് ഇതിലുള്ള ആ ഒരു വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ചോറും തൈരും ഒക്കെ ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്നത് നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഒരല്പം വെള്ളം ഞാനിതിലേക്ക് കൂടി ഇതിലേക്ക് ജാറ് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാറ്റർ നല്ല രീതിയിൽ റെഡിയാക്കി എടുക്കാനായിട്ട് വെള്ളത്തിൻ്റെ അളവ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഒരുപാട് അങ്ങോട്ട് ലൂസായിട്ട് പോകാനായിട്ട് പാടില്ല. കുറച്ചൊരു തിക്കായിട്ടുള്ള രീതിയിലുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മുടെ റവയും അതുപോലെ തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തൈരും ചോറും ഒക്കെ നന്നായിട്ട് ഇതിലേക്കൊന്ന് എല്ലായിടത്തും ആവുന്നത് പോലെ കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം മാത്രം ബേക്കിംഗ് സോഡയാണ് കേട്ടോ. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം നമ്മൾ തൈര് അതുപോലെ തന്നെ ചോറൊക്കെ ചേർത്തിരിക്കുന്നതാണ്. നല്ല സോഫ്റ്റായിട്ട് നല്ല മയത്തിൽ തന്നെയാണ് നമുക്ക് കിട്ടുക. എന്നിരുന്നാലും വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒരല്പം ചേർത്ത് കൊടുക്കാം. അതൊരു ഓപ്ഷണലാണ്. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെജിറ്റബിൾസിൻ്റെയൊക്കെ ഒരു കൂട്ടുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബാറ്റർ
കിട്ടേണ്ടത്. ഒരുപാട് അങ്ങോട്ട് ലൂസായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് തയ്യാറാക്കി എടുക്കുമ്പോഴും അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇഡ്ഡലി തട്ടിലാണിത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം ഒട്ടിപ്പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തട്ടിറക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ഓരോ തവി മാവ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് നിറച്ച് ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഒരു 3/4 ഭാഗത്തോളമൊക്കെ ഒഴിച്ചാൽ മതിയായിരിക്കും. അപ്പോൾ ഇത് ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു 8 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ ഒരു 8 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നോക്കുമ്പോഴേക്കും നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ നമുക്കിത് അടർത്തിയെടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറൊക്കെ ഉള്ള നല്ലൊരു റെസിപ്പിയാണിത് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റവ ഇഡ്ഡലി എന്നൊക്കെ നമുക്കിതിനെ പറയാം. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഒട്ടും തന്നെ ഉഴുന്നോ അങ്ങനെയുള്ളതൊന്നും തന്നെ ചേർക്കുന്നില്ല, ഈസ്റ്റ് ഇങ്ങനെയുള്ളതൊന്നും ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നല്ല ഫ്ലഫി ആയിട്ടാണ് ഇത് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എന്നും ഒരേപോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്നവർക്ക് ഈ ഒരു രീതിയിൽ വെറൈറ്റി ആയിട്ടുള്ള രീതികളൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാനായിട്ട് ബെസ്റ്റാണ്. അപ്പോൾ നല്ല ഫ്ലഫിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ സാധാരണ റവ കൊണ്ട് ഉപ്പുമാവൊക്കെയാണ് തയ്യാറാക്കാറുള്ളത്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഈ രീതിയിലൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എളുപ്പമാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കാനും. ഇതിൻ്റെ കൂടെ നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല. ഈ ഒരു കൂട്ട് തന്നെ മതിയാവും നമുക്ക് ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റ് നൽകാനായിട്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരുപാട് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല നല്ല ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികൾ, അതുപോലെ തന്നെ കറികൾ, അതുപോലെ തന്നെ കിച്ചൺ ടിപ്സുകൾ, നമ്മുടെ ഹെയർ ഡൈകൾ, ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള റെമഡീസുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ടിപ്സുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ചാനലിൽ കയറിയിട്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.